Watch full episodes on Jio Hotstar. ഇതാര് ചെറിയ ചെറിയ മനുഷ്യരോ? അവരിവിടെ എത്തിക്കഴിഞ്ഞോ? മനുഷ്യർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആന്റി, അങ്കിൾ. ചേട്ടാ ഇതാകെ പ്രശ്നമായല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ്. അയ്യോ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അല്ല പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ നിന്റെ കൂട്ടുകാരാ. നട്ട് ബോയ്, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാനാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ലോകം കാണിക്കാനായിട്ട്. നമ്മുടെ ലോകത്തിനെ കിങ്സ് കെയറിൽ നിന്ന് രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. മനസ്സിലായോ? പക്ഷേ ഇവരും നമ്മളെ പോലെ ചെറിയ ചെറിയ മനുഷ്യരാണല്ലോ. ഇവരെ കൊണ്ട് എങ്ങനെ സ്കാർക്രൂയെ തോൽപ്പിക്കാൻ പറ്റും? അയാള് വളരെ ഡേഞ്ചറസ് ആണ്. ഇവർക്ക് മാജിക് നല്ലോണം അറിയാം. ആ മാജിക് ഉപയോഗിച്ചാണ് അവർ ചെറുതായി മാറിയത്. അവരവരുടെ മാജിക് ഉപയോഗിച്ച് കിങ്സ് സ്കെയർക്രോയുടെ കഥ അവസാനിപ്പിക്കും. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ലോകത്തിനെ എന്തിനാ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാവരും വളരെ ചെറിയ സൈസാണ്. നിങ്ങൾക്ക് ഹ്യൂമൻസിനെ എങ്ങനെയാ നശിപ്പിക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. പക്ഷെ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ വഴി കാണിച്ചു തരാനായിട്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല മോനെ. ഞങ്ങളുടെ മഷ്റൂം ഫീൽഡിനുള്ള സമയമായിരിക്കുന്നു. നട്ട് ബോയ്, നീ ഇവരോട് ചെന്ന് അയാളുടെ കൊട്ടാരം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്ക്. ഇല്ലല്ല, ഞാനൊന്നും അങ്ങോട്ട് പോവില്ല. അവിടെ വളരെ ഡേഞ്ചറസ് ആണ്. മെഡ് ബോയ്, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. ഇവരുടെ കയ്യിൽ മാജിക് ഉണ്ട്. നിനക്ക് ഒരു അപകടവും സംഭവിക്കില്ല. നട്ട് ബോയ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ കണ്ടതല്ലേ, ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. നീ ആ സ്ഥലം ദൂരെ നിന്ന് കാണിച്ചാൽ മതി. അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന്. പിന്നെ നീ മുന്നോട്ട് വരേണ്ട കാര്യമില്ല. മെഡ് ബോയ്, മതിയാക്ക്. കൂട്ടിക്കൊണ്ടു പോ. അവരോടൊപ്പം കൂട്ടുകൂട്. ഇനി മുതൽ നിങ്ങൾ കൂട്ടുകാരാണ്. നട്ട് ബോയ്, ബാഡ് മാനേഴ്സ്. കൈ ശരിയായ രീതിയിൽ കൊടുക്ക്. ഫ്രണ്ട്സ്, ഇവിടെ എങ്ങും അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എസ്കേപ്പ് ആകും. എന്നെ തടഞ്ഞു നിർത്തരുത് കേട്ടോ. എന്നാ ശരി, ഞങ്ങൾ നിന്നെ തടയില്ല. ഇതൊക്കെ കാണാൻ എന്ത് ക്യൂട്ടല്ലേ? അതെ, അത് ക്യൂട്ടൊന്നുമല്ല. ക്യൂട്ടായിട്ട് തോന്നുന്നതെല്ലാം വളരെ ഡേഞ്ചറസ് ആണ്. സൂക്ഷിക്കണം. അപകടം പിടിച്ച സാധനങ്ങളാണ്. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. നട്ട് ബോയ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. മൈര, വരുൺ. രുദ്ര! രുദ്രയെ നമ്മളിപ്പോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. വേഗം വാ, പെട്ടെന്നാവട്ടെ. പെട്ടെന്ന്. തിരിഞ്ഞ് ഓടിക്കോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ കഥ അവസാനിപ്പിച്ച് കളയും. ഇവരുടെ ബോസ് അവിടെയുണ്ട്. അങ്ങോട്ട് പോകരുത്. രുദ്ര, രുദ്ര, രുദ്ര. മൈര, എനിക്കിപ്പോ ഒരു ഐഡിയ ഉള്ളൂ. നീ നിന്റെ മാജിക് ചെയ്യ്. എന്നാലേ എനിക്ക് രുദ്രയുടെ അടുത്ത് എത്താൻ പറ്റൂ. എന്നിട്ട് അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേക്കാം. അതെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അത് കാരണം നിന്റെ ജീവൻ ആപത്തിലാകും. അതും ശരിയാ. ആദ്യം രുദ്രയെ രക്ഷിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യാ. അന്തർ മന്തർ കാളി കലന്തർ, വേഗം ചെന്ന് രുദ്രയെ ഹിറ്റ് ചെയ്യ്. മൈര, താങ്ക് യു. നിങ്ങൾ ചെയ്തത് മഹാസാഹസമായിരുന്നു. അല്ലെങ്കിൽ എന്റെ കഥ തീർന്നു പോയേനെ ഇന്ന്. ഞാൻ പുറത്തേക്ക് വരട്ടെ. എല്ലാരും സേഫ് അല്ലേ? വന്നോ, എല്ലാരും സേഫ് തന്നെയാ.
അത് നിനക്കറിയില്ലേ? രാജാവിന് വേണ്ടി എല്ലാ ജ്യൂസും എടുക്കാൻ വേണ്ടി പോവാണ്. അതെ അതെ, അക്കൂട്ടത്തിൽ ഞാനും പോകേണ്ടതാ. അതാ ഞാൻ കൺഫേം ചെയ്തത്. വേഗം ചെല്ലേ, ചെല്ലി ജോലി കിടങ്ങ. എന്താ വായി നോക്കി നിൽക്കുന്നേ? ചെല്ലേ പോ. അതെ അതെ, ചെയ്തോളാം ചെയ്തോളാം. ആഹാ, വരൂ വരൂ, എല്ലാരും വരൂ. ഇത് സ്നാക്സ് ടൈമാണ്. വരൂ. നല്ലോണം നോക്ക്, കീടങ്ങൾ വല്ല അകത്തുണ്ടോന്ന്. ഇല്ല ഇല്ല, ഓക്കെയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെന്നാ വന്നത്? ഞങ്ങൾ സിറ്റിക്ക് പുറത്ത് ലേക്കിന്റെ അക്കരയിലാ താമസിക്കുന്നത്. ഓ, അങ്ങനെയാണോ? നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. ഉം. ആ? ആ ഗാർഡ് കുറെ നേരമായിട്ട് എന്നെ തന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മൈറ, വരുൺ, നിങ്ങൾക്കാർക്കെങ്കിലും തല കറങ്ങുന്നുണ്ടോ? അതെ, ഒരല്പം അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. നോക്ക്, ഇവിടെ എന്തോ അപകടമുണ്ട്. നമ്മൾ എക്സ്പോസ് ആയെന്നാ എനിക്ക് തോന്നുന്നേ. ഇപ്പൊ നട്ട് ബോയിന്റെ മന്ത്രം നമ്മൾ ഫോളോ ചെയ്യണം. അതേത് മന്ത്രവാ? തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. അവർക്ക് നമ്മളെ കുറിച്ച് മനസ്സിലായിന്നാ തോന്നുന്നേ. അവര് ജ്യൂസിൽ എന്തോ കലർന്നു തന്നിരിക്കുക. ഏയ്, ഇത് മനുഷ്യരാണല്ലോ. ഹ്യൂമൻസ്, മനുഷ്യരോ? ഇവിടെയോ? അവരങ്ങനെ ഇങ്ങനെ വന്നു. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അവരൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. ഇങ്ങോട്ട് വന്നവർ ഒരുത്തനും പുറത്തു പോകാൻ പാടില്ല. അവര് പുറത്തു പോയോ? വിടരുത്. അവരെ തേടി കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന്. ഒരു പക്ഷേ അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. രുദ്ര, ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നെറ്റ് ബോയെ നമ്മൾ എങ്ങനെ തേടി കണ്ടെത്തും? അറിയത്തില്ല മൈറ, പക്ഷേ ഈ ടാങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അതെന്തായാലും ഉറപ്പാ. വെൽക്കം വെൽക്കം മജീഷ്യൻ ടീം, വെൽക്കം. നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇൻവിസിബിൾ ആയി മാറിയാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എന്തിനാ പതുങ്ങി നിന്ന് സംസാരിക്കുന്നേ? നേരിട്ട് വാ. ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ. നിന്റെ ഈ ചെറിയ ചെറിയ മാജിക് ഉപയോഗിച്ച് എന്നെ കൺട്രോൾ ചെയ്യാനാവില്ല. നിനക്ക് എന്റെ പവറിനെ കുറിച്ച് ഇനിയും ഒട്ടും അറിയില്ല. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ കുട്ടികളെ. ഇത് അപ്പിടിച്ചോ? ഇത് നീ എങ്ങനെയാ ചെയ്തത്? അപ്പൊ നിനക്കും മാജിക് അറിയാമോ? എനിക്കറിയില്ല, പക്ഷെ എന്റെ ബോസിന് നല്ലതുപോലെ അറിയാം. ബോസോ? ആരെ ബോസ്? നട്ട് ബോയ്, നീയോ? ഈ നട്ട് ബോയ് ആണോ നിന്റെ ബോസ്? ഹലോ രുദ്ര, എങ്ങനെയുണ്ട്? സുഖാണോ? എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? ഓസ്കർ കിട്ടിക്കോളും. വാ, എന്തൊരു ആക്ടിംഗ് ആയിരുന്നു.
ഇത്രയും നേരം ആക്ടിങ് ചെയ്തോണ്ടിരിക്കുവായിരുന്നോ? യാ, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ട് മരിച്ചു പോയതാണ്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാണ്, ഞാൻ മനുഷ്യന്മാർ എല്ലാവരെയും നശിപ്പിച്ചേ അടങ്ങൂ എന്ന്. എങ്കിലേ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ വിജാത സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ. ഇയാൾ എന്റെ സയന്റിസ്റ്റ് ആണ്. മറ്റുള്ളവർക്ക് ഇയാൾ കിങ് സ്കാർക്രൂ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് തീരെ ശരിയല്ല നട്ട് ബോയ്. എല്ലാ മനുഷ്യന്മാരും മോശമായ ആളുകളല്ല. ഹലോ രുദ്ര, ആ കാര്യം നീ ഞങ്ങൾക്ക് വിട്ടേക്ക്. നീ എന്താ വിചാരിച്ചത്? ആ ജ്യൂസ് ഞങ്ങൾ ഇവിടെ ടാങ്കിൽ നിറച്ചു വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നോ? അത് ഇവിടുത്തെ ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ് രഹസ്യമായ മറ്റൊരു സ്ഥലത്തേക്ക്. അത് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും കണ്ടെത്താനാവില്ല. പുറത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ മാജിക് ചെയ്യുമെന്ന് ഞങ്ങൾ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ലോകത്തെ മൊത്തം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ച എല്ലാ ഡ്രാമയും എന്റേതാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് മഷ്റൂമിന് ഞാനാണ് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നത്, ലോകം അപകടത്തിലാണെന്ന് പറഞ്ഞത്. എങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മാജിക്കൽ പവറിനെ പറ്റി അറിയാൻ പറ്റുമോ? പിന്നെ അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് അത് പഠിക്കാനും പറ്റും. എങ്കിലല്ലേ എനിക്ക് ലോകം മൊത്തത്തെയും നശിപ്പിക്കാൻ പറ്റൂ. ബോസ് നിങ്ങളുടെ മാജിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാജിക്കൽ പവർ കവർന്നെടുക്കുകയും ചെയ്തു. പക്ഷെ നീ എന്തിനാ ടോട്ടൽ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ നോക്കുന്നത്? നീ ശരിക്കും ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ശരി, എങ്കിൽ അതും കൂടി പറഞ്ഞേക്കാം. ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. നീ അത് കണ്ടോ? എങ്കിൽ എന്റെ ജ്യൂസ് മണ്ണിന്റെ അടിയിൽ കൂടി ചെടികളെയും മരങ്ങളെയും പിന്നെ ഗ്രാസിന്റെ അടിയിൽ കൂടിയും ലോകമെമ്പാടും പടർന്നു കയറും. ഒരു കാര്യം കൂടി പറയട്ടെ, സ്പ്രെഡ് ആകുന്നതല്ല, ഓൾറെഡി പടർന്നു കയറി കഴിഞ്ഞു. ഇന്ന് രാത്രിക്കകം അത് എല്ലാ സ്ഥലത്തും പടർന്നു കയറും. പിന്നെ അതിൽ നിന്ന് വലിയ വലിയ ഫ്രൂട്ട്സും പുറത്തേക്ക് വരും. കണ്ടോ കണ്ടോ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ ലോകം മുഴുവൻ ഈ ഫ്രൂട്ട്സ് സ്പ്രെഡ് ആയി കാണും. സൂര്യന്റെ വെളിച്ചം ആ ഫ്രൂട്ട്സിന്റെ മേലെ പെടുമ്പോൾ അത് ബ്ലാസ്റ്റ് ആയി കഴിയും. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ഗ്യാസ് ലോകം മുഴുവനും സ്പ്രെഡ് ആകും. ആരൊക്കെയാണോ ഗ്യാസ് ശ്വാസിക്കുന്നത് അവരെല്ലാവരും അവിടെ തന്നെ വീണും മരിച്ചു പോകും. ലോകമെമ്പാടുള്ള ജനങ്ങൾ മരിച്ചു വീഴും. നട്ട് ബോയ്, ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നീ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. മൈര വെറും ഡ്രങ്കിയില്ല. നിങ്ങൾ മുഴുവൻ ലാബും നശിപ്പിക്കുക. ഞാൻ നട്ട് ബോയെ കൈകാര്യം ചെയ്തോളാം. നട്ട് ബോയ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വേണ്ട, എന്റെ പല വർഷങ്ങളായിട്ടുള്ള അധ്വാനം നശിപ്പിക്കരുത്. മരങ്ങൾ നിറച്ച് ഫ്രൂട്ട്സ് ആണല്ലോ. ഈ മരങ്ങളൊക്കെ എവിടെ നിന്നായിരിക്കും വന്നിരിക്കുക? ഇന്നലെ വരെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്.
വേഗം പറ, ഞങ്ങൾ ആ മരങ്ങളെ എങ്ങനെയാ തടഞ്ഞു നിർത്തുന്നത്? അല്ലെങ്കിൽ ഈ ലോകം മൊത്തം അവസാനിക്കും. അതിനു മുന്നേ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അവസാനിക്കും. പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം. ആ റെഡ് ലിവർ പ്രസ് ചെയ്യേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയ്യോ, പെട്ടെന്ന് പേടിയാകുന്നു. ഇവിടെ രോഗമാണ്. നെറ്റ് ബോയ്, നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയം ഞങ്ങൾക്ക് ഒരുപാട് നാൾ ഓർമ്മ കാണും. നിങ്ങളുടെ ഭയം ഇത് മാത്രമല്ലേ? നിങ്ങൾ മനുഷ്യന്മാരുടെ കാലടിയിൽ ചതഞ്ഞു പോകുമെന്ന്. ഞാൻ ആ സ്ഥലം നാഷണൽ പാർക്കായിട്ട് മാറ്റിയേക്കാം. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ജനങ്ങൾ വന്നു പോകത്തില്ല. അപ്പൊ നിനക്ക് എപ്പോ വിചാരിച്ചാലും എവിടെ വിചാരിച്ചാലും ചുറ്റിക്കറങ്ങാം. നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതെ, ഞാൻ എന്റെ മുത്തശ്ശിന്റെ അടുത്ത് പറഞ്ഞത് ചെയ്തേക്കാം. ഇതിന്റെ സത്യമാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മനുഷ്യരുമായിട്ട് ഒരു ശത്രുതയും ഇല്ല. ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ വളരെ നല്ലവരാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വിശാല ഹൃദയമുള്ളവരാണ്. നമുക്ക് വീണ്ടും കൂട്ടുകാരാകാൻ പറ്റുമോ പ്ലീസ്? അതെ അതെ, പിന്നെന്താ? ഞങ്ങൾ ഇതിന്റെ മന്ത്രം എപ്പോഴും ഓർത്തിരിക്കും കേട്ടോ. അതൊരു അടിപൊളി മന്ത്രമാണ്. അതേത് മന്ത്രം? തിരിഞ്ഞു നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.